കാസർഗോഡ് സ്വദേശികളായ ഫൗസിയ നൌഫൽ ദമ്പതികളുടെ 2 പെൺമക്കളിൽ മൂത്ത മകൾ. റിയാന എന്തിനു വീട് വിട്ടുപോയി? എവിടേക്ക് പോയി? ഈ ചോദ്യങ്ങൾ നാട്ടിൽ അലയടിച്ചുകൊണ്ടിരുന്നു. പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. അന്വേഷണ ഉദ്യോഗസ്ഥർ സടകുടഞ്ഞെഴുന്നേറ്റു. റിയാനയ്ക്കായി ഒരു നാട് മുഴുവൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. 6 മാസത്തോളം നീണ്ട പ്രാർത്ഥനയും അന്വേഷണവും. ഒടുവിൽ റിയാനയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിപ്പിച്ചു. ദുരൂഹ സാഹചര്യത്തിൽ കാണാതായവരുടെ പട്ടികയിൽ റിയാനയുടെ പേര് കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇനി പുതിയ കാഴ്ച. ഇത് കൊല്ലം ജില്ലയിലെ മലയോര ഗ്രാമങ്ങൾ, തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങൾ. ഇരുട്ടു വീഴുന്നതോടെ കണ്ണടയ്ക്കുന്ന ഈ മലയോര ഗ്രാമങ്ങളിൽ റിയാന എന്ന കാസർഗോട്ടുകാരി ദിവസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞു എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും ഗ്രാമവാസികൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശമായ ആര്യാങ്കാവിൽ ഈ 14 വയസ്സുകാരി എത്തി. രാത്രിയും പകലും വകവയ്ക്കാതെ ഇവൾ ഇറങ്ങി നടന്നു. രാത്രിയിലെ കിങ്കരന്മാരെ ഇവൾ ഭയപ്പെട്ടില്ല. തന്നെ പിടികൂടുവാൻ പായുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇവൾ ശ്രദ്ധിച്ചില്ല. ഒരു ഭ്രാന്തിയെ പോലെ പക തീർക്കുന്ന കണ്ണുകളുമായി ഈ കൗമാരക്കാരി രാത്രിയുടെ യാമങ്ങളിൽ മുന്നിൽ കണ്ട ഇടവഴികളിലൂടെയെല്ലാം യാത്ര ചെയ്തു. എങ്ങനെയാ പോയത്? കാസർഗോഡ് നിന്ന് ബസ്സിൽ കയറിയിട്ടാ പോയെ? കാസർഗോഡ് നിന്ന് വീട്ടിൽ നിന്ന് ബസ് കയറിയിട്ട് പോയി. പിന്നെ ട്രെയിൻ കയറിയിട്ട് ഏതൊക്കെയോ നാട്ടിലെത്തിപ്പെട്ട് പിന്നെയും വണ്ടി കയറിയിട്ടാ ഞാൻ പുനലൂർ ചെന്നെത്തിയത്. പുനലൂർ ചെന്നെത്തിയിട്ട് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു ട്രാഫിക് ട്രാഫിക്കിലെ പോലീസാ കൊണ്ടുപോയ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം ആ അങ്കിളിന്റെ വീട്ടിലാണ് താമസിച്ചത്. പിറ്റേ ദിവസം എന്നെ ഗാന്ധി ഭവനിൽ. അവിടെ ഞാൻ ആരാന്നോ ഏതാന്നോ എന്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ ഇരുന്നപ്പോഴാ പോലീസുകാരന്. എന്നിട്ട് എന്നെ അവര് ഗാന്ധി ഭവനിൽ എത്തിച്ചതാ. ഗാന്ധി ഭവനിൽ ഞാൻ അവരോട് ഞാൻ ആരാന്നോ എന്താന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു അനാഥയാന്ന്, അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരാളാന്നൊക്കെ അവരോട് പറഞ്ഞേക്കുന്നേ. ഈ പോലീസുകാരനൊന്നും പറഞ്ഞില്ല? ഇല്ല, പോലീസുകാരനൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് അവരെ അറിയിച്ചില്ലല്ലോ വീട്ടിലേക്ക് ഫോൺ ചെയ്തു? ഞാൻ അവരോട് വീടുണ്ടെന്നൊന്നും പറഞ്ഞില്ല. ഞാനൊരു അനാഥാലയത്തിലാ താമസിച്ചുകൊണ്ടായിരുന്ന. അവിടുന്ന് എന്നെ ദത്തെടുത്ത് ആര്യങ്കാവില് കൊണ്ടുവന്നതാ. അങ്ങനെയൊക്കെ അവരോട് ഞാൻ പറഞ്ഞേക്ക്. എനിക്ക് രക്ഷപ്പെടണം. സമയം പാതിരയോടടുത്തു. പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിലെ ആൽമര ചുവട്ടിൽ നിൽക്കുന്ന പെൺകുട്ടിയെ യാത്രക്കാർ ശ്രദ്ധിച്ചു. മുഷിഞ്ഞ വേഷവുമായി, വിശന്നു തളർന്ന ശരീരവുമായി, കയ്യിൽ പൊതിക്കെട്ടുമായി നിൽക്കുന്ന പെൺകുട്ടി തീർത്തും അവശയായിരുന്നു. ഒടുവിൽ KSRTC ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കുട്ടിയെ പത്തനാപുരം ഗാന്ധി ഭവനിൽ എത്തിച്ചു. ഇതേ സമയം റിയാനയ്ക്കായി നാട് മുഴുവൻ അന്വേഷണം തുടരുകയായിരുന്നു. ഏറെ ദുരൂഹത സൃഷ്ടിച്ച റിയാനയുടെ തിരോധാനം ഒടുവിൽ ചെന്നെത്തിയത് ഗാന്ധി ഭവനിലാണ്. എങ്ങനെയാണ് ഗാന്ധി ഭവനിൽ എത്തിയപ്പോൾ റിയാനയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ശരിക്കും റിയാനയല്ല, ഇവിടെ വരുമ്പോ റിയാന എന്ന കുട്ടിയുടെ പേര്